ഹലോ മച്ചന്മാരെ, സ്ട്രീമേഴ്സിലേക്ക് സ്വാഗതം. കോട്ടയ്ക്കലിൽ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല. ടർബോ ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ലീന തിയേറ്ററിൽ 5 ഷോകളുണ്ടെങ്കിൽ 5ഉം ഓൾമോസ്റ്റ് ഫുള്ള്. സംഗീത ആൻഡ് ലൂമിയർ ഡോൾബിയിലാണെങ്കിൽ 6 ഷോ ഉണ്ട്. ഇപ്പോൾ പുതിയൊരു ഷോ ആഡ് ചെയ്തിരിക്കുന്നു രാവിലെ 9 മണിക്ക്. അത് മാത്രമാണ് അവൈലബിൾ ഉള്ളത്. നിമിഷ നേരം കൊണ്ട് അതും തീരും. ബാക്കി 6 ഷോകളും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഖത്തറിലേക്ക് നോക്കുകയാണെങ്കിൽ അതിഗംഭീരം എന്ന് തന്നെ പറയാം. ആദ്യ ദിനം ഖത്തർ ഏഷ്യൻ ടൗണിൽ 9 ഷോകളാണ് പറഞ്ഞിരുന്നതെങ്കിൽ അത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ 12 ഷോകളും അത് ഹൗസ്ഫുൾ ആവുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് 16 ഷോകളുമായി ആഡ് ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നു. സിനിമ ഇറങ്ങാൻ 2 ദിവസങ്ങൾ കൂടെ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ അല്ലെങ്കിൽ ടർബോയുടെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വച്ചിരിക്കുന്നു. കർണാടകയിൽ ലൈറ്റർ ബുദ്ധ ഫിലിംസാണ് നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നതാണ്. അതായത് ഇതിൽ ഉള്ള വില്ലൻ്റെ പേരിൽ തന്നെയാണ് ഈ ഒരു കമ്പനി, അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ രാജ്ബി ഷെട്ടിയുടെ കമ്പനിയാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കർണാടകത്തിൽ. തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാനയിലെ മണി സിനി വേൾഡാണ്. നോർത്ത് ഇന്ത്യയിൽ UFO സിനിമ മീഡിയ നെറ്റ്വർക്കാണ്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള റിലീസ് തന്നെയാണ് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഈ സിനിമ നടത്തിയിരിക്കുന്നത്. എന്തായാലും വമ്പൻ ബിസിനസ് തന്നെയാണ് സിനിമ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നിറഞ്ഞു കവിയുന്നു എന്നുള്ളതാണ്. നമ്മൾ അധികം കേൾക്കാതിരുന്ന ഒരു സ്ഥലമായിരുന്നു USA. സാധാരണ എന്തുകൊണ്ടാണ് USAയിൽ നിന്ന് ഈ സിനിമയ്ക്ക് വലിയതില്ലായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അതിനുള്ള മറുപടി വന്നിരിക്കുന്നു. വമ്പൻ തിയേറ്ററുകളിൽ ഒരുപാട് ഷോകൾ, എണ്ണം നമുക്ക് ഇവിടെ പറയാൻ കഴിയുന്നില്ല. 100-ന് മുകളിലുള്ളത് ഉണ്ടാകുമെന്നുള്ളതാണ്. UK-യിൽ 200-ന് മുകളിലുള്ള ഷോകൾ ആദ്യ ദിനങ്ങൾ ഉണ്ട് എന്നറിയാം. അതേപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഓറഞ്ച് അലേർട്ട് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ടർബോ ഏരീസ് പ്ലക്സ് തിരുവനന്തപുരത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഒട്ടും മിക്ക ഷോകളും ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരവും ഇങ്ങെടുത്തിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. കൊച്ചിയിൽ ഒന്നും തന്നെ പറയാനില്ല, ഒറ്റ തിയേറ്ററുമില്ല. ഇനി പെരുമ്പാവൂരൊക്കെ പോയാൽ മാത്രമാണ് ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് ഇപ്പോൾ കാണുന്നത് എന്ന് പറയാം. ബാക്കി എല്ലായിടത്തും അങ്ങനെ ഓറഞ്ച് മയം എന്ന് തന്നെ പറയാം. ഇനിയും 2 ദിവസമാണ് സിനിമ റിലീസാകുന്നത്. കാനഡയിലും വമ്പൻ റിലീസിന് തന്നെയാണ് വന്നിരിക്കുന്നത് സിനിമ. അവിടുത്തെ തിയേറ്റർ ലിസ്റ്റുകൾ പുറത്തു വരുമ്പോൾ അതിഗംഭീരമായിട്ട് തന്നെയാണ്. ബാംഗ്ലൂരിൽ സിനിമയ്ക്ക് 110ഓളം ഷോകളാണ് വരുന്നത് എന്നുള്ളതാണ്. അത് കലക്കും എന്നുള്ള ലെവലിൽ തന്നെയാണ്. ഒരു രക്ഷയുമില്ലാത്ത ലെവലിലാണ് അവിടെയും ബുക്കിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഹൗസ്ഫുൾ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ള ലെവലിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.